മലയാളികൾക്ക് ഇനി ടർബോ കാലം. ടർബോ ജോസ് എന്ന കഥാപാത്രമായി മലയാളികളെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ് മമ്മൂട്ടി. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 6.2 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിവസത്തിൽ നേടിയത്. ഇതോടെ ഈ വർഷം ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ടർബോ മാറിക്കഴിഞ്ഞു. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന്റെ റെക്കോർഡാണ് ടർബോ തകർത്തത്. 5.86 കോടിയായിരുന്നു വാലിബന്റെ ആദ്യ ദിന കളക്ഷൻ. പൃഥ്വിരാജിന്റെ ആടുജീവിതം 5.83 കോടിയാണ് നേടിയത്. ആദ്യ ഷോയിൽ തന്നെ വെടിക്കെട്ട് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ വർധനമുണ്ടായി. 224 എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചത്. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലെ പള്ളിപ്പെരുന്നാളിലൂടെയാണ് ടർബോ തുടങ്ങുന്നത്. മമ്മൂട്ടിയുടെ ഒരു മാസ് എൻട്രിയല്ല സിനിമയിലുള്ളത്. പക്ഷേ ആദ്യ 5 മിനിറ്റിനുള്ളിലുള്ള പെരുന്നാൾ അടിയിലൂടെ മമ്മൂട്ടിയുടെ ടർബോ എനർജി എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ടർബോ ജോസിന്റെ പശ്ചാത്തലം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വൈശാഖ്. ചെറിയ തമാശകളൊക്കെയായി വളരെ പതിയെയാണ് ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത്. ഇന്റർവെല്ലിനോടടുത്താണ് സിനിമ പ്ലോട്ടിലേക്ക് കടക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രം ചെന്നൈയിലേക്ക് എത്തുന്നതോടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. തന്റെ സുഹൃത്തും സഹോദര തുല്യനുമായ ജെറി എന്ന കഥാപാത്രം ഒരു ബാങ്ക് കൊള്ള കണ്ടുപിടിക്കുകയും അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന വില്ലൻ കൂടി ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ സിനിമ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ജെറിയായി ശബരി ശർമ്മ എത്തുമ്പോൾ വെട്രിവേൽ ഷൺമുഖനായി കന്നഡ താരം രാജ്ബി ഷെട്ടിയാണ് എത്തുന്നത്. ആൻഡ്രൂ ആയെത്തിയ ദിലീഷ് പോത്തൻ, ഓട്ടോ ബില്ലായെത്തിയ നടൻ സുനിൽ, വിൻസെന്റായി എത്തിയ കബീർ ദുഹാൻ സിംഗ് എന്നിവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മറ്റ് കഥാപാത്രങ്ങളായി എത്തിയ ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, നിരഞ്ജന അനൂപ് തുടങ്ങിയവരും അവരവരുടെ ഭാഗം ഗംഭീരമാക്കി. ഒരു ആവറേജ് കഥയെ അസാധ്യമായ മേക്കിംഗ് കൊണ്ട് ഗംഭീരമാക്കി എന്ന് പറയാം. അടുത്ത സീനിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പരിധിവരെ പ്രേക്ഷകർക്ക് പലയിടങ്ങളിലും ഊഹിക്കാനുമാകും. വളരെ ഒതുക്കത്തോടെ തന്നെ തിരക്കഥയൊരുക്കാൻ മിഥുൻ മാനുവൽ തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. കഥയിൽ ചെറിയൊരു ഇഴച്ചിൽ സംഭവിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അതിനെ മറികടക്കാൻ തിരക്കഥയ്ക്ക് എന്ന് പറയാം. ഒരു പക്ക മാസ് മസാല എന്ന് പറയുമ്പോൾ പോലും വൈശാഖിന്റെ പതിവ് ശൈലിയിൽ നിന്ന് ഒന്ന് മാറിയിട്ടുണ്ട്. ആക്ഷൻ സിനിമാ പ്രേമികളുടെ മനസ്സറിഞ്ഞ് വൈശാഖ് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാം പകുതിയിലാണ് ടർബോ ജോസിന്റെ പവർ മുഴുവനും പ്രേക്ഷകന് നന്നായി അനുഭവിക്കാനാവുക. ഇപ്പോൾ ഒരു അടി പൊട്ടിയിരുന്നെങ്കിലെന്ന് പ്രേക്ഷകന് തോന്നുന്നിടത്തെല്ലാം ജോസേട്ടായുടെ അടിയുടെ പൊടി പൂരമാണ്. അവസാനിപ്പിക്കാത്തതൊന്നും ടർബോ ജോസ് തുടങ്ങി വെക്കാറില്ല എന്ന് അഞ്ജനയുടെ കഥാപാത്രമായ ഇന്ദുലേഖ പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് മമ്മൂട്ടിയുടെ രണ്ടാം പകുതിയിലെ പെർഫോമൻസ്. ആക്ഷൻ സീനുകളിലുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നത്. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും കാർ ചേസിംഗ് സീനുകളുമാണ്. ക്രിസ്റ്റോ സേവ്യറിന്റെ പശ്ചാത്തല സംഗീതവും വിഷ്ണു ശർമ്മയുടെ ഛായാഗ്രഹണവുമാണ്. ടർബോയുടെ നട്ടൽ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ക്ലൈമാക്സിലുള്ള ചെറിയൊരു ട്വിസ്റ്റും പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്നതാണ്. വെട്രിവേൽ ഷൺമുഖത്തിന്റെയും ജോസിന്റെയും കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ആക്ഷനും മാസും പ്രതീക്ഷിച്ചെത്തിയ പ്രേക്ഷകരെ മമ്മൂട്ടി കമ്പനിയും വൈശാഖും കൈവിട്ടില്ല എന്ന് നിസ്സംശയം പറയാം.